ഇറാനിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ 1979 ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിച്ച തന്റെ മുൻഗാമിയായ ആയത്തുള്ള റുഹുള്ള ഖൊമേനിയെ പോലെ തന്നെ ഇറാനിയൻ സമൂഹത്തിൽ ഖമേനിയും സർവ്വവ്യാപിയായിരുന്നു. ഇറാനിയൻ വിപ്ലവം രചിച്ചത് ഖൊമേനി ആണെങ്കിലും ആധുനിക ഇറാന്റെ ഏറ്റവും ശക്തനായ നേതാവ് ഖമേനിയാണെന്ന് ചിലർ പറയുന്നു. 3 പതിറ്റാണ്ടിലേറെയായി പരമോന്നത നേതാവായിരുന്ന ഖമേനി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അധികാരം നേടിയെടുക്കുകയും ആഭ്യന്തര വിയോജിപ്പുകൾക്കെതിരെ കൂടുതൽ കർശനമായി നടപടിയെടുക്കുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ അദ്ദേഹം തൻ്റെയും ഭരണകൂടത്തിൻ്റെയും നിലനിൽപ്പിന് എല്ലാറ്റിനുമുപരി മുൻഗണന നൽകി. 2025 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ജനകീയ പ്രക്ഷോഭത്തെ അദ്ദേഹത്തിൻ്റെ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തി. എന്നിരുന്നാലും ആത്യന്തികമായി ഖമേനിയെ മിക്ക ഇറാനികളും ശക്തനായ ഒരു നേതാവായി ഓർക്കില്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുകയുമില്ല. പകരം അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന അഗാധമായ ബലഹീനതയായിരിക്കും അദ്ദേഹത്തിൻ്റെ പൈതൃകം. 1939 വടക്കുകിഴക്കൻ ഇറാനിലെ മർഷാദ് നഗരത്തിലാണ് ഖമേനി ജനിച്ചത്. ഒരു ബാലനായിരിക്കെ നജാഫിലെയും ഖോമിലെയും ഇസ്ലാമിക സെമിനാരികളിൽ പഠിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയവും മതപരവുമായ ലോകവീക്ഷണം രൂപപ്പെടുത്താൻ തുടങ്ങി. 13-ാം വയസ്സിൽ വിപ്ലവ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അദ്ദേഹം സ്വീകരിക്കാൻ തുടങ്ങി. ഇറാനിലെ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണത്തിനെതിരെ രാഷ്ട്രീയ ആക്രമണത്തിന് പലപ്പോഴും ആഹ്വാനം ചെയ്ത പുരോഹിതൻ നവാബ് സഫാവിയുടെ പഠിപ്പിക്കലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. 1981 ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം 1989-ലും 1985-ലും ഖമേനി ഇറാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. ഇറാൻ പ്രസിഡന്റായിരിക്കെ 1981 ജൂൺ 27-ന് ഒരു മോസ്കിൽ വച്ച് ഖമേനിക്ക് നേരെ വധശ്രമമുണ്ടായി. പ്രസംഗ പീഠത്തിൽ വച്ചിരുന്ന ഒരു ടേപ്പ് റെക്കോർഡറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫുർഖാൻ ഗ്രൂപ്പ് എന്ന തീവ്രവാദി സംഘടനയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. ഈ സ്ഫോടനത്തിൽ ഖമേനിയുടെ ശ്വാസകോശത്തിനും ശബ്ദതന്തുക്കൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും അദ്ദേഹത്തിൻ്റെ വലതുകൈ എന്നേക്കുമായി തളർന്നു പോവുകയും ചെയ്തു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം സുഖം പ്രാപിച്ചത്. കൈ തളർന്നു പോയതിനെക്കുറിച്ച് ഖമേനി അന്ന് പറഞ്ഞത്, എനിക്ക് ആ കൈയുടെ ആവശ്യമില്ല, എൻ്റെ തലച്ചോറും നാവും പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നാണ്. പിന്നീട് അദ്ദേഹം ഇടതു കൈകൊണ്ട് എഴുതാൻ പരിശീലിക്കുകയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കൂടുതൽ ശക്തനായി മാറുകയും ചെയ്തു. തളർന്ന കൈ വസ്ത്രത്തിനുള്ളിൽ മറച്ചു പിടിക്കുന്ന രീതി പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയായി മാറി. ഇറാന്റെ വിദേശ നയത്തിലും ഖമേനിക്ക് അസാധാരണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു. തൻ്റെ ഉപദേഷ്ടാവായ ഖൊമേനിയെ പോലെ പാശ്ചാത്യ സാമ്രാജ്യത്വം എന്ന് ഭരണകൂടം കരുതുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പിനെ അദ്ദേഹം ശക്തമായി പിന്തുണച്ചു. ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകിയ അദ്ദേഹം ഇറാന്റെ പ്രാദേശിക പ്രാക്സി തന്ത്രത്തിന്റെ പ്രധാന ശില്പി കൂടിയായിരുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ച നടത്തുക എന്നതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് ഖമേനി ചിലപ്പോഴൊക്കെ വഴങ്ങിയിരുന്നു. എന്നിരുന്നാലും 1-ാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് ഖമേനി വീണ്ടും കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടിലേക്ക് മടങ്ങി. 2015-ലെ ആണവ കരാർ ട്രംപ് റദ്ദാക്കിയതിനെതിരെയും ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് മേൽ വീണ്ടും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെതിരെയും IRGCയുടെ ഖുദ് സേനാ മേധാവി ഖാസിം സുലൈമാനിയുടെ വധത്തിനെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാർ ആഞ്ഞടിച്ചു. ഇറാനിയൻ രാഷ്ട്രീയ വ്യവസ്ഥയോടും അതിൻ്റെ നേതൃത്വത്തോടും വർദ്ധിച്ചു വരുന്ന നീരസം പ്രകടിപ്പിച്ച ഒരു ജനതയെ ഖമേനി ഭരിച്ചു. 2025-26 പ്രതിഷേധങ്ങളിൽ ചിലർ ഖമേനിയുടെ മരണത്തിനായി പരസ്യമായി മുദ്രാവാക്യം വിളിച്ചു. 1989 ഖൊമേനി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ബഹുമതികളോടുള്ള ശവസംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ദുഃഖാർത്തരായ ആളുകൾ അദ്ദേഹത്തെ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് വിശുദ്ധ സ്മാരകങ്ങൾക്കായി തിരക്കുകൂട്ടി. ഖമേനി കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചെങ്കിലും ഇറാനികൾ അദ്ദേഹത്തോട് അതേ ദുഃഖം കാണിക്കാൻ സാധ്യതയില്ല.